സോ ഇന്നത്തെ വീഡിയോ കുറേ കാലത്തിന് ശേഷമാണ്. ആസ് എൻ ഒരു 3 വീക്സ് എങ്കിലും ആയിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് മേ ബി ഒരു മാസമായിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ പേഴ്സണൽ റീസൺസ് കാരണം കുറച്ച് ബിസി ആയിരുന്നു, അപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ വെരി മച്ച് വണ്ടിയുടെ കാര്യത്തിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ വണ്ടി മാറ്റുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഹോണ്ട സിറ്റി എൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 വാങ്ങിയ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അപ്പോൾ അതിൻ്റെ കാർ സീറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു ബീച്ച് കളർ കാർ സീറ്റ് ആണ്. അറൗണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ മാറ്റിയിട്ടിട്ട് പിന്നെ അത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ വലിയ മോശമൊന്നുമില്ല, സ്റ്റിൽ വർക്ക്സ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിലൊക്കെ ഒന്ന് കുറച്ച് പൊളിഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തായാലും സീറ്റ് കവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തൃശ്ശൂരൊക്കെയാണ് നോക്കിയത്, കാരണം വണ്ടി തൃശ്ശൂരായിരുന്നു. അപ്പോൾ അവിടെ നല്ല ഓപ്ഷൻസ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഓവറോൾ പ്രൈസ് കൂടുതലായിട്ട് തോന്നി. പിന്നെ ഒരു നല്ലൊരു ഓപ്ഷൻ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാസ് കാർ അക്സസറീസ് അല്ലെങ്കിൽ കാർ സീറ്റ്, അവര് കുഴപ്പമില്ല, അവരുടെ നല്ലതായിരുന്നു, അവിടെ നിന്ന് ചെയ്യാന്ന് വിചാരിച്ചാണ്. പക്ഷെ പിന്നെ വണ്ടി ഞാൻ ബാംഗ്ലൂർ കൊണ്ടുവന്നു ഒരു കാര്യത്തിന്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ആൻഡ് പ്രൈസ് വൈസും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബെറ്റർ ഡീലായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ IT ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യിക്കാന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ആൻഡ് ഒരു പാർട്ടിക്ക് ഞാൻ ഇവൺ അഡ്വാൻസ് കൊടുത്തിട്ട് അവർ ഇന്ന് വന്ന് കാർ സീറ്റ് ഫിറ്റ് ചെയ്യും. അപ്പോൾ കാർ സീറ്റ്സ് ആൻഡ് ഡോറിൻ്റെ ഏരിയയിലുള്ള ഒരു പോർഷനിലും ഇത് വെക്കും. സ്റ്റിയറിംഗ് കവർ ഇപ്പോൾ ചെയ്യില്ല, കാരണം സ്റ്റിയറിംഗ് കവർ റീസെൻ്റ്ലി ചെയ്തതാണ്, ഭയങ്കര നല്ല വർക്കൊന്നല്ല ചെയ്തിട്ടുള്ളത്. എന്നാലും അതൊന്ന് കേടായിട്ട് നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് സ്റ്റിയറിംഗ് ഊരാനും അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളത് ചെയ്യണോ എന്ന് ആണ് വേറൊരു ഡൗട്ട്. സ്റ്റിയറിംഗ് കവർ എന്തായാലും ചെയ്യില്ല, ബേസിക്കലി കാർ സീറ്റ്സും അതിൻ്റെ സൈഡ് ഡോറും ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്മിങ് ടു സീറ്റ് കവർ, രണ്ട് കാര്യമാണുള്ളത് ഇതിൽ. ഒന്ന് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മെറ്റീരിയൽ യൂസിൻ്റെ ബേസ്ഡാണ് റേറ്റ്സ് ബേസിക്കലി. പിന്നെ നെക്സ്റ്റ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യണത്, വർക്ക് ഫിനിഷ് ചെയ്യണ ഒരു ക്വാളിറ്റിയാണ്. ഞാൻ ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. അപ്പോൾ മെറ്റീരിയൽ യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആൾക്കാർ പറയും ആർട്ട് ലെതർ, PU ലെതർ, പിന്നെ ജാസ്മിൻ, പിന്നെന്താണ് നാപ്പ ലെതർ, ഇങ്ങനത്തെ ഓപ്ഷൻസാണ് തന്നത്. ആക്ച്വലി ഞാൻ കൂടുതൽ നോക്കിയപ്പോൾ ഇതൊന്നും ഒറിജിനൽ ലെതർ അല്ല. ഈവൻ നാപ്പ ലെതർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നാപ്പ ലെതർ പറയണത് ഒറിജിനൽ ലെതറിനെയാണ്. പക്ഷെ ഇവിടെ ഉള്ള ലെതർ, നാപ്പ ലെതർ ഇസ് ദ ക്ലോസസ്റ്റ് ഓപ്ഷൻ വിച്ച് റെപ്ലിക്കേറ്റ്സ് ദി ഒറിജിനൽ ലെതർ എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയി കൊടുത്ത ആളും അങ്ങനെ പറഞ്ഞത്. മോസ്റ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യണ ഈ ഒറിജിനൽ ലെതറിന്റെ ഫീച്ചേഴ്സ് റെപ്ലിക്കേറ്റ് ചെയ്യണ ഏറ്റവും ക്വാളിറ്റി കൂടിയ ആർട്ടിഫിഷ്യൽ ലെതറിനെയാണ് ഇവർ നാപ്പ ലെതർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ PU ലെതറിൽ ജാസ്മിൻ ലെതർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, ഇതിന്റെ ഞാൻ പിക്ചേഴ്സ് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഇടാം സൈഡിൽ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മറ്റേ സാധാരണ PU ലെതർ ഇങ്ങനെ സ്ലിം ആയിട്ടുള്ള അതിൻ്റെ കാട്ടി കുറച്ചുകൂടി തിക്കാണ്, കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയാണ് PU ലെതറിൽ ഈ ജാസ്മിൻ ലെതർ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഇതിൻ്റെ ആയിട്ടും നാപ്പയുടെ ആയിട്ടും കുറവാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇത് തന്നെ പല JC റോഡിലും ഒക്കെ എനിക്ക് ഷോപ്സ് കുറേ ഇപ്പം ഞാൻ ചൂസ് ചെയ്തതിനായിട്ടും കുറവ് റേറ്റിൽ തരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ വർക്ക്മാൻഷിപ്പും ക്വാളിറ്റി എനിക്ക് അത്ര പോരാന്ന് തോന്നി. അപ്പം ഞാൻ കുറമംഗലയിലുള്ളൊരു പാർട്ടിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവർ അത്യാവശ്യം നല്ല വർക്ക്മാൻഷിപ്പായിട്ട് എനിക്ക് തോന്നി. ഞാൻ അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഇടാം. അപ്പോൾ അങ്ങനെ ഹോണ്ട സിറ്റിക്ക് ഞാൻ ബേസിക്കലി എൻ്റെ ഹോണ്ട സിറ്റിയുടെ കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ സ്പാർക്ലിംഗ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്.
അന്ന് സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പോലെ തോന്നും ഡാർക്ക് ആണെങ്കിൽ. ലൈറ്റിൽ വരികയാണെങ്കിൽ വണ്ടി ബ്രൗണിഷ്, ഒരു നല്ല ഷെയ്ഡാണ്. അങ്ങനെ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയർ. ആൻഡ് ഇൻറ്റീരിയർ കറൻ്റ്ലി കംപ്ലീറ്റ്ലി ബീച്ച് കളറാണ്. അപ്പോൾ ഞാൻ സീറ്റ് കവർ മാറ്റുമ്പോൾ ഈ ബിക്കോസ് റൂഫും ഡാഷ്ബോർഡിൻ്റെ താഴെയും അങ്ങനെ പല സ്ഥലത്തും ബീച്ചാണ് ഫുള്ള്. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. വണ്ടി ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കും ഇൻറ്റീരിയർ, പക്ഷേ പിന്നെ ചളി പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പ്ലസ് ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ബീച്ച് സീറ്റ് കവറിന് ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടും ഭയങ്കര ക്വാളിറ്റി വെച്ചാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല. ലൈക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു ഡിഫറൻസ് ആണല്ലോ നമ്മൾ നോക്കുന്നത്, ആ ഒരു ഫാക്ടർ കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ബ്രൗൺ പോലെ ഡാർക്ക് ബ്രൗൺ കളറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ദാറ്റ് നമ്മുടെ മറ്റേ കളറിനായിട്ട് നല്ലൊരു കോൺട്രാസ്റ്റ് ഉണ്ടാവും ബീച്ചിനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ എക്സ്റ്റീരിയറിനായിട്ടും ഒരു മാച്ചിങ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു തീമിലാണ് ഞാൻ ഡാർക്ക് ബ്രൗൺ ചൂസ് ചെയ്തിരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട്. എന്തായാലും നമുക്ക് വണ്ടിയുടെ വർക്ക് ആള് വരും കുറച്ച് കഴിയുമ്പോൾ, അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യാൻ നോക്കാം കുറേയൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് അവർ ചെയ്യുന്നത്, പിന്നെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫിനിഷും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. You can make me move. സീറ്റ്, ബാക്ക് സീറ്റിൻ്റെ അടിഭാഗം ഫിറ്റ് ചെയ്തപ്പോൾ നല്ല ലുക്ക് ആണ്, നല്ല മെറ്റീരിയലായിട്ടാണ് തോന്നുന്നത്. പിന്നെ വണ്ടിയുടെ കളറിനായിട്ടും മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളിലുള്ള കുഷനിങ് ആണിത്, ഈ യെല്ലോ കളറിലുള്ളത് ബാക്കിൽ വരുന്നതാണ്, അതിൻ്റെ അടിയിൽ വരുന്നതാണ്. ഇതാണ് സീറ്റ് കവറെങ്കിൽ ഇവിടെ ആയിട്ട് കുഷനിങ് ഇട്ടുണ്ട്. സീറ്റ് കവർ കാണാൻ ലുക്കുണ്ട്. പിന്നെ ഹാൻഡിൽസിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബാക്ക് സീറ്റിലെ ഹെഡ് റെസ്റ്റ് കണ്ടോ, അത് അത്ര പെർഫെക്ഷൻ വരാത്തതുകൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ ഇതൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ്, കാരണം ഇതിൻ്റെ ഹാൻഡിൽ, ഫ്രണ്ട് സീറ്റിലെ ഹാൻഡിലുകൾ ചെയ്യാണ്. യു ക്യാൻ ഫീൽ നല്ലതാണ്, സ്റ്റിച്ചിങ് ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഫിനിഷായി കഴിയുമ്പോൾ ഞാൻ കറക്റ്റ് അപ്ഡേറ്റ് പറയാം. അപ്പോൾ വണ്ടിയുടെ സീറ്റ് കവർ ഇട്ട് കഴിഞ്ഞു. ഇതാണ് ഫിനിഷ് വരുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ കളറിനായിട്ട് മാച്ച് ചെയ്യണ തരമുള്ള സീറ്റ് കവറാണ്. ഇത് നോക്കിയാലും ബാക്കിൽ നോക്കിയാലും കാണാം. ഇതാണ് ഡിസൈൻ. ഇവിടെ കുറച്ച് ഇംപെർഫെക്ഷൻ ഉണ്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോം ഇതായിട്ടാണ്. നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും ഫുള്ളി പെർഫെക്റ്റ് ആയില്ല, എന്നാലും മാക്സിമം ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.